അത് എവിടെ വെച്ചാണ് അർജുനെ കണ്ടത്? എന്നാണ് നിങ്ങൾ തമ്മിൽ കണ്ടതും സംസാരിച്ചതുമൊക്കെ? ഞങ്ങൾ തിങ്കളാഴ്ച ഒരേ സ്ഥലത്തും ലോഡായത്. ലോഡ് കയറ്റി വരുമായിരുന്നു അല്ലേ? ആ, ലോഡ് കയറ്റി വരികയായിരുന്നു. ഓ, ഓക്കെ. അപ്പം ഏത് സ്ഥലത്താണ് ഈ പറഞ്ഞ ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ചാണോ സവാദ് അവസാനമായിട്ട് അർജുനെ ആ, കണ്ടത്? ആ കണ്ടത് രാവിലെ 5:30ക്കാണ് കണ്ടത്. പുലർച്ചെ 5:30-ക്കാണ് അല്ലേ? 5:30ക്ക്. അതിനുശേഷം സവാദ് അവിടെ നിന്ന് വിട്ടുപോരുമായിരുന്നു വണ്ടി? ആ, വിട്ടുപോയിരുന്നു. വിട്ടുപോരുമായിരുന്നു. ഈ നിങ്ങൾ സ്ഥിരമായിട്ട് ലോറി ഡ്രൈവേഴ്സൊക്കെ അവിടെ നിർത്തിയിടുന്ന ഒരു സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ, അതെ. എങ്ങനെയാണ് ഈ റൂട്ടില് അർജുനാണെങ്കിലും സവാദിനൊക്കെ ആണെങ്കിലും ഒരുപാട് കാലത്തെ പരിചയം, ഒരുപാട് തവണ ഓടിത്തെളിഞ്ഞ ഒരു റൂട്ട് കൂടി ആയിരിക്കുമല്ലോ ഇതല്ലേ? ആ, അതെ അതെ. ഈ ഈ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെയൊക്കെ മൊത്തത്തിൽ ആ ഭൂപ്രകൃതി മാറിയിട്ടുണ്ടെന്നറിയാം. എങ്കിൽ പോലും സവാദിന് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ പുഴയുടെ തീരം കാണുമ്പോൾ അന്ന് ലോറി കണ്ട സ്ഥലം ഏതായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് എന്ന് സവാദിന് ഊഹിക്കാനോ ഉറപ്പിക്കാനോ കഴിയുന്നുണ്ടോ സവാദെ? എനിക്ക് വീഡിയോ കാണാൻ അതേ സ്ഥലത്ത് ഉണ്ടാവും. ഉണ്ടാവും. സവാദ് അതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ മഴയോ അങ്ങനെയുള്ള കാലാവസ്ഥ എന്തായിരുന്നു അന്നേരത്തെ? മഴയുണ്ട്, നല്ല ശക്തമായ മഴയായിരുന്നു. ശക്തമായ മഴയായിരുന്നു. അല്ല, ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ സവാദ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ആകാശ ദൃശ്യങ്ങളടക്കം നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ പുറത്ത് വിടുന്നു. അപ്പോൾ ആ ഒരു വളവ് ഉള്ള ഭാഗം, ആ റോഡിലെ ഒരു വളവിന്റെ ഭാഗത്താണ് അർജുന വണ്ടി നിർത്തിയിട്ടിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സവാദ് ആ, കാണുമ്പോൾ എവിടെയായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്, ഓർമ്മയുണ്ടോ? അത് ആ സിംഗിൾ റോഡ് കഴിഞ്ഞിട്ട് ഡബിൾ റോഡ് കയറുന്ന അതേ സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ പാർക്കാക്കിയിട്ടുണ്ടായി. ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യുക, അതായത് ഈ നാലുവരി പാത, അതിൽ തന്നെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ഡിവൈഡർ പോലെ കുറച്ച് ആ, മരങ്ങളൊക്കെ വരുന്ന ഭാഗം, അതിനുശേഷം ആ, അല്ലേ? അതെ അതെ. അതായത് ഈ വലിയ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയ ധാബയ്ക്ക് മുന്നിലായി തന്നെ ആണോ, ആ, അതിനു മുമ്പാണോ? അതിന്റെ ഓപ്പോസിറ്റ്, ആ ഹോട്ടലിന് ഓപ്പോസിറ്റ് ഇല്ല, ഈ സൈഡ് ഹോട്ടലിന് ഓപ്പോസിറ്റ് അപ്പുറത്തെ. ആയിരുന്നു. ആ, ഓക്കെ. സവാദ് എപ്പോഴാണ് ഈ സംഭവം, ഇങ്ങനെ ഒരു അപകടം ഇവിടെ ഉണ്ടായി എന്നൊക്കെ സവാദ് അറിഞ്ഞത് എപ്പോഴാണ്? ഞാൻ വൈകുന്നേരം ഒരു 3:30 മണിക്കാണ് അറിയുന്നത്. അവിടെ കടന്നു പോന്നിരുന്നു സവാദ് അല്ലേ? ആ, കടന്ന് വന്നിട്ട് ഞാൻ കുറച്ച് മുമ്പ് വന്നിട്ട് പറഞ്ഞു. മുമ്പ് നിങ്ങൾ കുറേ കാലങ്ങളായി പോകുന്ന ഒരു റൂട്ടാണല്ലോ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് അവിടെ മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, നമുക്ക് കിട്ടിയിട്ടില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഉണ്ടായിട്ടില്ല. നിങ്ങൾ വളരെ സുരക്ഷിതമെന്ന് കരുതി വാഹനങ്ങൾ നിർത്തിയിട്ട് ഉറങ്ങുന്ന ഒരു സ്ഥലമാണോ അവിടെ? ആ, അവിടെ ഏകദേശം ഉറങ്ങുന്ന കുളിക്കുന്ന എല്ലാ സ്ഥലമല്ല. കുളിക്കുന്ന സ്ഥലമാണ്. ആ ചായക്കടയിൽ നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായ ആ, കടയാണ്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ഓക്കെ. സവാദ് അർജുന്റെ കുടുംബമായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടാനോ, അവർക്ക് ഈ അവസാനം കണ്ട സമയമൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സവാദിന് കഴിഞ്ഞിരുന്നോ? ഇല്ല ഇല്ല, നമ്പർ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. സവാദ് അവസാനമായി കണ്ടത്, സവാദ് ഒരിക്കൽ കൂടി ആ സ്ഥലം ഒന്നുകൂടി പറയാമോ? എവിടെയാണ് ഈ റോഡ് പിരിയുന്നതിന് ശേഷം എവിടെയായിട്ടാണ് സവാദ് അവസാനം അർജുനെ കണ്ടതെന്നൊന്ന് ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകർക്കും ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കുടുംബത്തിൻ്റെയും ഒക്കെ അറിവിലേക്ക് കൂടി ഒരിക്കൽ കൂടി ഒന്ന് വിശദമാക്കാമോ? ആ, സവാദ് ഒരിക്കൽ കൂടി ഏത് ഭാഗത്താണ് കൃത്യമായി അവസാനം കണ്ടത്, വണ്ടി നിർത്തിയിട്ട് കണ്ടതെന്നൊന്ന് പറയാമോ? ഈ സൈഡ്, ഈ പ്രിപ്പർ, ആ ഗ്യാസിന്റെ തൊട്ട് പിന്നാലെ. ഗ്യാസ് ടാങ്കർ കാണുന്നതിന് തൊട്ട് പിന്നിലായിരുന്നു. ആ, റോഡ് രണ്ടായി പിരിയുന്ന ഭാഗത്ത്, നാലുവരി പാതയുടെ നടുവിൽ മരങ്ങളൊക്കെ വരുന്ന ഭാഗത്തിന് ശേഷം ആ, ആ, വളവിന് തന്നെയായിരുന്നു വാഹനം അല്ലേ? ആ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് കടിക്കും, ഹോട്ടലിന്റെ ഇപ്പുറത്തെ. ഹോട്ടലിന് നേരെ മുന്നിലായിട്ട് ആയിരുന്നു എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ സവാദ് പറയുന്നത്. സവാദ് പുലർച്ചെ 5:30-ക്കാണ് അർജുനെ കാണുന്നത്, അർജുന്റെ വാഹനം കാണുന്നത്. അതിനുശേഷം സവാദ് അവിടെ നിന്ന് മലയല്ലേ? വണ്ടി വിട്ട് കേരളത്തിലേക്കായിരുന്നു സവാദ് പിന്നീട് യാത്ര. ഏത്? സവാദ് എങ്ങോട്ടേക്കാണ് പിന്നീട് യാത്ര പോകുന്നത്? ഞാൻ തൽപ്പറമ്പ്. തളിപ്പറമ്പിലേക്ക് പോരുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ ദിശയിൽ ഒരേ സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റി ആ, വരികയായിരുന്നല്ലേ? അവിടെ നിന്ന് അത് ഇടവണ്ണ എന്റെ തൽപ്പറമ്പിലേക്കായിരുന്നു. എവിടെ നിന്നാണ് നിങ്ങൾ ലോഡ് കയറ്റി വന്നത്? ജഗൽബേട്ട്. ദേഗൽപേട്ട്. ആ, അർജുന്റെ വണ്ടിയിലും ഫുൾ ലോഡ് ഉണ്ടായിരുന്നു അല്ലേ? ആ, ഫുള്ള് ഉണ്ടായി. ഫുൾ ലോഡ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു സംശയമൊക്കെ പറയുന്നത് വലിയ മണ്ണ് ഇടിഞ്ഞു വന്നതാണ്, മല ഇടിഞ്ഞു വന്നതാണ്. അപ്പോൾ ആ, വാഹനം മറിഞ്ഞു പോകാനോ അല്ലെങ്കിൽ പുഴയിലേക്ക് വീഴാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ഒരു ഹെവി ലോഡുള്ള ഒരു വാഹനം അത്ര പെട്ടെന്ന് അങ്ങനെ നീങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവാണ്. ഉം. ലോ- ഏതായാലും സവാദിന്റെ ഭാഗത്തു നിന്ന് വന്ന ഈ നിർണായകമായ വിവരങ്ങൾ ഞങ്ങൾ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടും ഒപ്പം അവിടെ നമ്മുടെ പ്രതിനിധികൾ എന്തായാലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ ആ
പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നവർക്ക് ഈ വിവരങ്ങൾ കൈമാറും. ഒപ്പം കുടുംബത്തിനെ കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പുലർച്ചെ 5:30 തിങ്കളാഴ്ച പുലർച്ചെ 5:30ക്കാണ് സവാദ് എന്ന സുഹൃത്ത്, ലോറി ഡ്രൈവറായ സവാദ്, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്, അർജുനും സവാദും ഒരുമിച്ചാണ് ഒരു സ്ഥലത്ത് നിന്നാണ് തടി ലോഡ് കയറ്റിയത്. വന്നു, അതിനുശേഷം ഈ സ്ഥലത്ത് നിർത്തിയിട്ട് അർജുൻ വിശ്രമിക്കുമ്പോഴും തളിപ്പറമ്പിലേക്കുള്ള യാത്ര സവാദ് തുടരുകയായിരുന്നു. അവിടെ വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. കൃത്യമായി ആ ധാബയ്ക്ക് മുന്നിലാണ് വണ്ടി നിർത്തിയിട്ടിരുന്നത് എന്ന വിവരമാണ്, നിർണായകമായ വിവരമാണ് സവാദ് ഇപ്പോൾ പങ്കുവെക്കുന്നത്.